Alhamdulillah. Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്തു യൂനുസിലെ 35-ാമത്തെ സൂക്തമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹൽ മിൻ ശുറകാഇകും മൻ യഹ്ദി ഇലൽ ഹഖ് ഖുലില്ലാഹു യഹ്ദി ലിൽ ഹഖ് അഫമൻ യഹ്ദി ഇലൽ ഹഖ് അഹഖു അൻ യുത്തബഅ അമ്മൻ ലാ യഹ്ദി ഇല്ലാ അൻ യുഹ്ദാ ഫമാ ലക്കും കൈഫ തഹ്കുമൂൻ. ഖുൽ നബിയെ അങ്ങ് ചോദിക്കുക, ഹൽ മിൻ ശുറകാഇക്കും നിങ്ങൾ പങ്കാളികളാക്കുന്ന ആരാധ്യന്മാരിലുണ്ടോ, മൻ ആരെങ്കിലും, യഹ്ദി ഇലൽ ഹഖ് സത്യത്തിലേക്ക് വഴി കാണിക്കുന്ന. ഖുൽ അങ്ങ് തന്നെ മറുപടിയും പറയുക, അല്ലാഹു യഹ്ദി ലിൽ ഹഖ് അല്ലാഹുവാണ് സത്യത്തിലേക്ക് ന്യായത്തിലേക്ക് വഴി കാണിക്കുന്നത്. അഫമൻ യഹ്ദി ഇലൽ ഹഖ് അഹഖു നേർമാർഗത്തിലേക്ക് സത്യത്തിലേക്ക് വഴി കാണിക്കുന്നവനാണോ ഏറ്റവും അവകാശമുള്ളവൻ, അർഹതയുള്ളവൻ, അൻ യുത്തബഅ പിന്തുടരപ്പെടാൻ. അമ്മൻ അതോ മൻ ലാ അമ്മൻ അതോ ഒരുത്തനോ, ലാ യഹിദ്ദി അവന് സന്മാർഗം കിട്ടുകയില്ല, ഇല്ല അൻ യഹുദാ സന്മാർഗം നൽകപ്പെട്ടാലല്ലാതെ. ഫമാ ലക്കും നിങ്ങൾക്ക് എന്തു പറ്റിപ്പോയി, കൈഫ തഹ്കുമു നിങ്ങൾ എങ്ങനെയാണ് തീരുമാനമെടുക്കുന്നത്, എന്ത് വിധിയാണ് നിങ്ങൾ നടത്തുന്നത് എന്നുകൂടെ അർത്ഥം പറയാം. ഖുൽ നബിയെ അങ്ങ് ചോദിക്കുക, ഹൽ മിൻ ശുറകാഇക്കും നിങ്ങളുടെ പങ്കാളികളിലുണ്ടോ, അള്ളാഹുവിൻ്റെ പങ്കാളികളാണെന്ന് പറഞ്ഞ് നിങ്ങൾ ആരാധിക്കുന്നവരിൽ ആരെങ്കിലുമുണ്ടോ, മൻ യഹ്ദി മൻ ആരെങ്കിലും, യഹ്ദി ഇലൽ ഹഖ് സത്യത്തിലേക്ക് വഴി കാണിക്കുന്നവരായിട്ട്. ഖുൽ അങ്ങ് പറയണം, അല്ലാഹു യഹ്ദി ലിൽ ഹഖ് അല്ലാഹുവാണ് സത്യത്തിലേക്ക് വഴി കാണിക്കുന്നത്, മാർഗദർശനം ചെയ്യുന്നത്. അഫമൻ യഹ്ദി സന്മാർഗം കാണിക്കുന്നവനാണോ, ഇലൽ ഹഖ് നേരായതിലേക്ക് സത്യമായതിലേക്ക് വഴി കാണിക്കുന്നവനാണോ, അഹഖു ഏറ്റവും അവകാശപ്പെട്ടവൻ അല്ലെങ്കിൽ ഏറ്റവും അർഹതയുള്ളവൻ, അൻ യുത്തബഅ പിന്തുടരപ്പെടാൻ. അമ്മൻ അതോ മറ്റൊരുത്തനോ, ലാ യഹിദ്ദി അവന് സന്മാർഗം കിട്ടുകയില്ല, സ്വീകരിക്കുകയില്ല, സന്മാർഗം നേടുകയില്ല, ഇല്ലാ അൻ യുഹ്ദാ നൽകപ്പെട്ടാലല്ലാതെ. ഫമാ ലക്കും നിങ്ങൾക്ക് എന്താണ്, കൈഫ തഹ്കുമൂൻ നിങ്ങൾ എങ്ങനെയാണ് തീരുമാനമെടുക്കുന്നത്, നിങ്ങൾ എന്തു തരത്തിലാണ് വിധി നടത്തുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതര ജന്തുക്കൾക്ക് തിര്യക്കുകൾക്കില്ലാത്ത സവിശേഷതകളുണ്ട് എന്നത് നമുക്കറിയാം. പലതര സവിശേഷതകളുമുണ്ട്. മറ്റു ജീവിവർഗത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവരെ സൃഷ്ടിച്ച ഒരു രീതിയിൽ തന്നെ അങ്ങനെ ജീവിച്ചു പോവുക. അവക്ക് സ്വയം തങ്ങളുടെ ലക്ഷ്യം നിർണ്ണയിക്കുവാൻ സാധ്യമല്ല, സ്വയം തങ്ങളുടെ മാർഗം നിർണ്ണയിക്കുവാൻ സാധ്യമല്ല. അള്ളാഹു ഒരു പ്രകൃതിയിൽ അവരെ പടച്ചിട്ടുണ്ട്, ആ പ്രകൃതിയിൽ തന്നെ അവരെന്നും ജീവിച്ചു കൊണ്ടിരിക്കും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ടു തരത്തിലുള്ള അള്ളാഹുവിനുള്ള അനുസരണമുണ്ട്, കീഴ്പ്പെടലുണ്ട്. ഒന്ന് നിർബന്ധമായി എല്ലാവരും അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാണ്, അതിൻ്റെ അപ്പുറം ചെയ്യാൻ മനുഷ്യന് സാധ്യമല്ല. മറ്റൊന്ന് നേർമാർഗമാണ്. നേർമാർഗമാണ് മനുഷ്യന് അള്ളാഹു നിർണയിച്ചു കൊടുത്ത ലക്ഷ്യം, ദുനിയാവിൽ പരലോകത്ത് സ്വർഗവും.
ആ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റി നടക്കാനുള്ള സ്വാതന്ത്ര്യവും മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ അവൻ്റെ ലക്ഷ്യം നിർണ്ണയിക്കാം, ലക്ഷ്യം നിർണ്ണയിക്കാതെയും ഇരിക്കാം. അള്ളാഹു തീരുമാനിച്ച, അള്ളാഹു നിശ്ചയിച്ച, അള്ളാഹു കാണിച്ചു കൊടുത്ത ലക്ഷ്യം സ്വീകരിച്ച് അള്ളാഹു കാണിച്ചു തന്ന മാർഗത്തിലൂടെ ആ ലക്ഷ്യത്തിലേക്ക് എത്താം. ആ ലക്ഷ്യം തന്നെ സ്വയം മാറ്റാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. അള്ളാഹു നിർണയിച്ചു കൊടുത്ത വഴി മാറി നടക്കാനുള്ള സ്വാതന്ത്ര്യവും മനുഷ്യനുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അല്ലാഹു തആല നമ്മളെ ഉണർത്തിയിട്ടുണ്ട്. പല ഭാഷയിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട്. അതെന്താണ് നമ്മുടെ ലക്ഷ്യം? അല്ലാഹു പറഞ്ഞിട്ടുണ്ട് സൂറത്തു ദാരിയാത്തിൽ 56-ാമത്തെ ആയത്തിൽ, വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദുൻ. നമുക്ക് ഇബാദത്ത് ചെയ്യാം, അതുതന്നെ മനുഷ്യൻ്റെ പണി. നമ്മളെ ആരാധിച്ചു ജീവിക്കുക, അതാണ്, അതിനു വേണ്ടി പടച്ചതാ മനുഷ്യനെ. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിലുള്ള ഉദ്ദേശ്യങ്ങളുണ്ട്. ഒന്ന്, രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഒന്ന് സ്വർഗം അഥവാ നരകമുക്തി. രണ്ട്, തിരിച്ചു ചെല്ലാനുള്ളത് അള്ളാഹുവിലേക്കാണെന്ന ഗൗരവമായ ബോധ്യം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ അള്ളാഹു നിർണയിച്ചു തന്ന ലക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ അവൻ തന്നെ നിർണയിച്ചു തന്നിരിക്കുന്ന വഴി സ്വീകരിച്ചുകൊണ്ട് മനുഷ്യൻ മുന്നേറും. അല്ല, അത് രണ്ടും വേണ്ടെന്ന് വെച്ചാൽ മനുഷ്യന് സ്വയം നിർണയിക്കാം, എൻ്റെ ലക്ഷ്യം അതല്ല, എൻ്റെ ലക്ഷ്യം ദുനിയാവിൽ മതമില്ലാത്ത, ദൈവത്തിന് സ്ഥാനമില്ലാത്ത, പരലോക ബോധമില്ലാത്ത ഒരു ജനതയെ ഉണ്ടാക്കിയെടുക്കലാണ്. അങ്ങനെ സ്വയം തീരുമാനിക്കാം, അതിലേക്കുള്ള മാർഗം അവന് കണ്ടെത്താം. അപ്പം ഈ ഒരു വ്യത്യാസം മനുഷ്യന്, തിര്യക്കുകൾക്ക്, ഈ രണ്ട് വർഗത്തിനുമിടയിൽ അല്ലാഹു തആല നൽകിയിട്ടുള്ളൊരു വ്യത്യാസം പ്രത്യേകിച്ചും ഊന്നി പറയുകയാണ് ഇവിടെ. ഖുൽ, നബിയെ അങ്ങ് അവരോട് ചോദിച്ചു നോക്കണം, ഹൽ മിൻ ശുറക്കാഇക്കും, നിങ്ങളുടെ പങ്കാളികളുണ്ടല്ലോ, ആരാധ്യർ, ദൈവങ്ങൾ. അത് ചിലപ്പോൾ മനുഷ്യന്മാരാണ്, ചിലപ്പോൾ മരണപ്പെട്ടു പോയവരാണ്, ചിലപ്പോൾ കല്ലുകളാണ്, ചിലപ്പോൾ നക്ഷത്രങ്ങളാണ്, ചിലപ്പോൾ സൂര്യനാണ്, ചിലപ്പോൾ മറ്റു ജീവികളാണ്, ചിലപ്പോൾ മരങ്ങളാണ്. ഇങ്ങനെയുള്ള നിങ്ങൾ സങ്കല്പിക്കുന്ന ഏതെങ്കിലും പങ്കാളികളിൽ ശരീക്ക്, ശുറക്കാക്ക, നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. മൻ, ആരെങ്കിലും ഉണ്ട്, യഹ്ദി ഇലൽ ഹക്ക്, നേരായതിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന, സത്യമായതിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന, സന്മാർഗത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന, ഇങ്ങനെ സ്വയം ഈ ലോകത്തുള്ള സകല മനുഷ്യന്മാർക്കും അവരുടെ ജീവിതത്തിനൊരു ലക്ഷ്യം നിർണയിച്ചുകൊണ്ട്, ഒരു മാർഗം നിർണയിച്ചുകൊണ്ട് ഇതുതന്നെയാണ് ശരി എന്ന് പറഞ്ഞു കൊടുക്കാൻ അവകാശമുള്ള, അർഹതയുള്ള ആരെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? പറ്റില്ല എന്നുള്ള കാര്യം. കാരണം ഈ ആരാധ്യരിൽ ഏറ്റവും ബഹുമാന്യർ മനുഷ്യനാണല്ലോ, അവരിൽ ഏറ്റവും ബുദ്ധിയുള്ളവർ മനുഷ്യനാണ്. ഏതെങ്കിലും ഒരു മനുഷ്യന് മറ്റുള്ള മനുഷ്യർക്ക് സ്വയം ദൈവത്തിൻ്റെ, അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ സ്വയം അവൻ്റെ ലക്ഷ്യവും മാർഗവും നിർണയിച്ചു കൊടുക്കാൻ, എന്നിട്ട് അവനെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള കഴിവുണ്ടോ എന്നാണ്. ഹൽ മിൻ ശുറക്കാഇക്കും, നിങ്ങളുടെ പങ്കാളികളിൽ ആരെങ്കിലുമുണ്ടോ, യഹ്ദി ഇലൽ ഹക്ക്, സത്യത്തിലേക്ക്. അള്ളാഹ്ക്ക് ഇഷ്ടം സത്യമാണ്, ഹക്കാണ്. അതറിയണം, അത് ചിന്തിച്ച് മനസ്സിലാക്കി ഗവേഷണം ചെയ്ത് പഠിച്ച് ലോക മനുഷ്യന് മുഴുവൻ, നമുക്ക് ഇവിടെ ഇരിക്കുന്നവർക്കുള്ളതല്ലല്ലോ ഖുർആൻ, അവർക്ക് മാത്രമുള്ളതല്ലല്ലോ, ലോകത്ത് ഇനി ജനിക്കാനിരിക്കുന്ന അവസാനത്തെ കുഞ്ഞു വരേക്കുമുള്ളതാണ്. ഇവർക്കൊക്കെയും നേരായ ഹക്കായ വഴി, സത്യത്തിൻ്റെ വഴി നിർണയിച്ചു കൊടുക്കാൻ കഴിവുള്ള ആരാളുള്ളത്? നിങ്ങൾ ഈ ആരാധ്യരാണെന്ന് പറയുന്ന മനുഷ്യരിൽപ്പെട്ട ആരാധ്യരാണല്ലോ, അവരിൽ ഏറ്റവും ബുദ്ധിയുള്ളവർ. അവർക്ക് സാധിക്കുമോ എന്ന് കുൽ, അതവർക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങ് തന്നെ മറുപടിയും പറഞ്ഞു കൊടുത്തു. അള്ളാഹു യഹ്ദി ലിൽ ഹക്ക്, ഹക്കിലേക്കാണ് അള്ളാഹ് വഴി കാണിക്കുന്നത്. യഹ്ദി സാധാരണ വഴി കാണിച്ചു, യഹ്ദി വഴി കാണിച്ചു കൊടുക്കുന്നു, മാർഗദർശനം ചെയ്യുന്നു. അള്ളാഹുവാണ് ഹക്കിലേക്ക്, സത്യത്തിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക്, നന്മയിലേക്ക്, പുണ്യത്തിലേക്ക് വഴി കാണിക്കുന്നത്. ഇനി അഫമൻ യഹ്ദി ഇലൽ ഹക്ക് അഹക്കു,
ഈ സത്യത്തിലേക്കും ധർമ്മത്തിലേക്കും ന്യായത്തിലേക്കും നീതിയിലേക്കും സന്മാർഗത്തിലേക്കും ഒക്കെ വഴി കാണിക്കുന്ന, ഇതാണല്ലോ യഹ്ദീൽ ഹഖ് ആണ്. സത്യബോധം, ധർമ്മബോധം, ഇതാണ്. എന്താണ് ഈ സത്യബോധം ധർമ്മബോധം എന്നൊക്കെ പറഞ്ഞാൽ? മനുഷ്യനെ മനുഷ്യനായി ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന ബോധം. അതിൽ ആരാധനാകർമ്മങ്ങളുണ്ട്, അതിൽ സാമൂഹിക സാമ്പത്തിക നിയമങ്ങളുണ്ട്, അതിൽ സാൻമാർഗികമായ നിർദ്ദേശങ്ങളുണ്ട്, ധാർമ്മികമായ ബോധവൽക്കരണമുണ്ട്, ആരാധനാകർമ്മങ്ങളിലെ ആത്മീയ ചൈതന്യമുണ്ട്. ഇങ്ങനെ മനുഷ്യനെ ഒരു പൂർണ്ണ മനുഷ്യനായി, ഒരു മാതൃകാ മനുഷ്യനായി വഴി നടത്താൻ കഴിയുന്നവനാണോ അഹക്കു, ഏറ്റവും അവകാശമുള്ളവൻ, അർഹതയുള്ളവൻ, അൻയുത്തബഅ, ഇത്തിബാഅ് ചെയ്യാൻ, പിന്തുടരപ്പെടാൻ? അഥവാ അല്ലാഹു ആണോ, പരമേശ്വരനായ ദൈവമാണോ, നിങ്ങൾ ആരോപിക്കുന്ന നിങ്ങളുടെ പങ്കാളികളാണോ പിന്തുടരപ്പെടാൻ അവകാശമുള്ളവൻ, അർഹതയുള്ളവൻ? അമ്മൻ, അതാണ്. അതോ മറ്റൊരാളോ അല്ലെങ്കിൽ മറ്റാളുകളോ? യഹിദ്ദി, യഹിദ്ദി സാധാരണ ഖുർആൻ പ്രയോഗിക്കാത്തൊരു പദം യഹിദ്ദി. ഖുർആനിൽ ഇവിടെ മാത്രമേ തോന്നിട്ടുള്ളൂ. അതെവിടെ നിന്നുണ്ടായതാ? ഹദ എന്ന് പറഞ്ഞാൽ സന്മാർഗം നൽകിയെന്ന്. ഹദ സന്മാർഗം നൽകി, യഹ്ദി നൽകുന്നു. ഇഹ്തദ എന്ന് പറഞ്ഞാൽ സന്മാർഗം കിട്ടി, നേടി. യഹ്തദി എന്നാൽ സന്മാർഗം നേടുന്നു അല്ലെങ്കിൽ സന്മാർഗം കിട്ടുന്നു. ആ യഹ്തദി എന്ന വാക്കിലെ അത് ഭാവികാലക്രിയ വർത്തമാനകാലക്രിയയോ ഭൂതകാലക്രിയ വർത്തമാനകാലക്രിയ ആക്കുമ്പോൾ ഇഹ്തദ എന്നുള്ളത് യഹ്തദി എന്നായി മാറും. ഈ യഹ്തദി എന്നുള്ളതിലെ താഇനെ ദാലായിട്ട് മാറ്റി ഒരുമിച്ച് ഉച്ചരിക്കുക, കട്ടിയിൽ ഉച്ചരിക്കുക. അതാണ് യഹിദ്ദീ എന്നായത്. യഹ്തദീ എന്നുള്ള വാക്ക് തന്നെയാണ് അത്. യഹിദ്ദീ ഉച്ചാരണ സൗകര്യത്തിനും ആശയം അല്പം കൂടി ഗൗരവമായി മനസ്സ് പതിയാനും. അപ്പോൾ യഹ്തദി എന്നുള്ള വാക്കിൻ്റെ മറ്റൊരു രൂപമാണ് യഹിദ്ദീ. അപ്പോൾ അതിലെ താഇനെ ദാലിൽ ലയിപ്പിച്ചതാണ്. അഫമയ്യത്ത അഹക്കു അൻ യുത്തബഅ, അപ്പോൾ പിന്തുടരപ്പെടാൻ ഏറ്റവും അർഹതയുള്ളവൻ വഴി കാണിക്കുന്നവനാണോ? അമ്മൻ ലാ യഹിദ്ദി, അഥവാ സ്വയം വഴി സ്വീകരിക്കാൻ കഴിയാത്തവനോ? ഇല്ലാ യുഹ്ദ, വഴി നൽകപ്പെട്ടാൽ സ്വീകരിക്കാൻ കഴിയുന്നതാവും. അതാണല്ലോ മനുഷ്യൻ്റെ പ്രകൃതം. വഴി കാണിച്ചു കൊടുത്താൽ സ്വീകരിക്കാൻ കഴിയുന്ന പ്രകൃതമാണ്, ധിക്കരിക്കാനും കഴിയും. അങ്ങനെ സ്വയം വഴി കാണിക്കാത്ത മറ്റൊരു മാർഗം ആരെങ്കിലും കാണിച്ചു കൊടുത്താൽ സ്വീകരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ആളെയാണോ പിന്തുടരുന്നത്? അതല്ല, സ്വയം തന്നെ എല്ലാവർക്കും മാർഗദർശനം ചെയ്യാൻ കഴിവുള്ള റബ്ബിനെയാണോ പിന്തുടരേണ്ടത്? വളരെ ബുദ്ധിപരമായി അവരുടെ ചിന്തയെ തട്ടി ഉണർത്തുന്ന വിധത്തിലുള്ള ചോദ്യമാണ്. അവരുടെ ബഹുദൈവ വിശ്വാസത്തിൻ്റെ പൊള്ളത്തരം ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചോദ്യവും ഉത്തരവുമാണ് ഈ വാചകത്തിലൂടെ അല്ലാഹു തആല ഉണർത്തുന്നത്. ഫമാലക്കും, എന്നിട്ട് ഫമാലക്കും, നിങ്ങൾക്ക് എന്താ പറ്റിയത്? എന്താണ് മനുഷ്യന്മാരെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആവണത്? കൈഫ തഹ്കുമൂൻ, നിങ്ങൾ എന്തു തരം തീരുമാനമാണ് എടുക്കുക? ഹുക്കുമ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, വിധി പറയുക, തീരുമാനമെടുക്കുക. വിധി പറയാൻ ഒരു തീരുമാനം എടുക്കൽ തന്നെയാണല്ലോ. എങ്ങനെയാണ് നിങ്ങളിങ്ങനെ വിഡ്ഢിത്തപരമായ തീരുമാനമെടുക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ ബഹുദൈവത്വത്തിലേക്ക് തെറ്റിക്കപ്പെടുന്നു? ഇങ്ങനെയൊക്കെ ന്യായമല്ല നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട്. മനസ്സിലായിട്ടുണ്ടോ? ഞാൻ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതാണ്, അള്ളാഹു ലക്ഷ്യം നിർണയിച്ച് തന്നിട്ടുണ്ട്, മാർഗം നിർണയിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് അവൻ നിർണയിച്ച മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ നേരത്തെ നമ്മുടെ പൂർവ്വപിതാവ് ആദം അലൈഹിസ്സലാം താമസിച്ചിരുന്ന സ്വർഗത്തിലെത്താം. അല്ലാത്ത പക്ഷം വഴി ഏത് വഴിയും സ്വീകരിക്കാം, എത്തിച്ചേരുന്നത് നിത്യനരകത്തിലേക്കായിരിക്കും. അതാണ് ഇപ്പോൾ ഉണർത്തുന്നതിൻ്റെ പൊരുൾ. അവസാനിപ്പിക്കാം. കുൽ നബിയെ, അങ്ങ് അവരോട് ചോദിക്കണം, ഹൽ മിൻ ശുറകാഇക്കും മൻ യഹ്ദി ഇലൽ ഹഖ്, നിങ്ങളുടെ പങ്കാളികളിൽ ആരെങ്കിലും നേരായതിലേക്ക്, സത്യമായതിലേക്ക് യാഥാർത്ഥ്യമായതിലേക്ക് വഴി കാണിക്കുന്നവരുണ്ടോ? വേണമെങ്കിൽ നമുക്ക് ഹക്ക് പറഞ്ഞാൽ അള്ളാണ്, ഹക്ക് പറഞ്ഞാൽ സ്വർഗമാണ്. അതിലേക്ക് വഴി കാണിക്കാൻ പ്രാപ്തിയുള്ള ആരെങ്കിലും നിങ്ങളുടെ ദൈവങ്ങളിലുണ്ടോ, പങ്കാളികളിലുണ്ടോ? ഉൽ, അങ്ങ് പറയുക, അല്ലാഹു യഹ്ദീ ലിൽ ഹഖ്, അള്ളാഹുവാണ് സന്മാർഗത്തിലേക്ക്, നേർമാർഗത്തിലേക്ക്, സത്യത്തിലേക്ക് വഴി കാണിക്കുന്നത്.
അഫമൻ യഹ്ദി ഇലൽ ഹഖ്, ഇങ്ങനെ സത്യത്തിലേക്ക് വഴി കാണിക്കുന്നവനാണോ അഹഖു അൻ യുത്തബഅ. ഇത്തബഅ യത്തബിഉ യുത്തബഉ, യത്തബിഉ എന്നുള്ളതിൻ്റെ കർമ്മണി പ്രയോഗമാണ് യുത്തബഉ. അതിന് അൻ വന്നതുകൊണ്ട് യുത്തബഅ എന്ന് വായിച്ചിരിക്കുകയാണ്. അൻ യുത്തബഅ, പിന്തുടരപ്പെടാൻ ഏറ്റവും അർഹൻ ഇങ്ങനെ നേരായതിലേക്ക് വഴി കാണിക്കുന്നവനോ അമ്മല്ല യഹിദ്ദി ഇല്ല യഹുദ, ആരെങ്കിലും വഴി കാണിച്ചു കൊടുത്താൽ അതിനെ സ്വീകരിക്കാൻ കഴിയുന്നവനോ, ആരെയാണ് പിന്തുടരേണ്ടത്? സ്വാഭാവികമായിട്ടുമുള്ള മറുപടി നേർമാർഗം, സത്യമാർഗം, ഹക്ക് കാണിച്ചു തരാൻ പ്രാപ്തിയുള്ള, യോഗ്യതയുള്ള, അർഹതയുള്ളവനെ വേണം പിന്തുടരാൻ എന്നതാണ്. ഫമാലക്കും കൈഫ തഹ്കുമൂൻ. ഫമാ, മാ എന്നുള്ള ചോദ്യമാണ്. ഫ അപ്പോൾ, മാ എന്താണ് ലക്കും നിങ്ങൾക്ക്, കൈഫ എങ്ങനെയാണ്, തഹ്കുമൂൻ നിങ്ങൾ തീരുമാനമെടുക്കുന്നത്, നിങ്ങൾ വിധി നടത്തുന്നത് എങ്ങനെയാണ്, നിങ്ങളുടെ വിഡ്ഢിത്തപരമായ തീരുമാനമെടുത്തുകൊണ്ട് നിങ്ങൾ ബഹുദൈവത്വത്തിലേക്ക് പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും തൗഹീദിൽ ഉറച്ചു നിന്നുകൊണ്ട് അവൻ്റെ ലക്ഷ്യം മനസ്സിലാക്കി അവൻ നിർണയിച്ചു തന്ന മാർഗത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മത്തൻ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.